അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് മഹാൻ ചോദിച്ചു, നിങ്ങളോട് ഞാൻ സ്പെഷ്യൽ ഒരു കാര്യം ചോദിക്കണം അലിയെ. കുറേ ഇൽമ് നിങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് ഇൽമ്. പക്ഷേ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോടും ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടും സ്പെഷ്യലായി പറഞ്ഞ വല്ല ഇൽമുണ്ടോന്ന് വെച്ചു. ഇതിങ്ങനെ കമ്പിയൊപ്പിച്ചാ ചോദിക്കുന്നത്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട്, തങ്ങൾ നിങ്ങളോടും പറഞ്ഞ ഒരു പ്രത്യേക കാര്യം വല്ലതും പറഞ്ഞു തരുമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഇദാ അറത്ത ബറാഎ ഇദാ അറത്ത അൻ തദഉ അല്ലാഹ ബിസ്മിഹിൽ അഅ്ലം, ഇസ്മുൽ അഅ്ലം മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് സംഗതി ചെയ്താൽ മതി, വലിയ ഫലം ഉണ്ടാകും. രണ്ട് സംഗതി എന്താ? ഒന്ന്, സൂറത്തുൽ ഹദീദിന്റെ ആദ്യത്തിൽ നിന്ന് 10 ആയത്ത്, ചെറിയ ആയത്ത്, ഹുവൽ അവ്വലു വൽ ആഖിറു കണ്ടതിന്റെ ആദ്യത്തിൽ 10 ആയത്തും ഹശ്റിന്റെ അവസാനമുള്ള 3 ആയത്തും. 3 ആയത്ത് എന്ന് പറഞ്ഞാൽ വൻസല മുതലല്ല കേട്ടോ. താഴെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അത് 3ഉം ഈ 10ഉം ഈ 3ഉം ഓതിയിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചോളൂ അല്ലാഹുവിനോട്. എന്നിട്ട് അതിന്റെ ആ ചോദ്യത്തിന്റെ കാര്യം പറയാം. ഇത് കേടായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. വളരെ വളരെ ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ അത് റെഡിയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക, പടച്ചോനെ ഇതല്ലാത്ത വേറെ വിഷയം നിന്നോട് എനിക്ക് ചോദിക്കാനില്ല, നിന്നെ പറ്റിയാണല്ലോ ഈ ആയത്തിലൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് മലയാളത്തിൽ ചോദിക്കാൻ, ഈ ആയത്തിൽ നിന്നെ പറ്റിയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് എന്റെ ഈ കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് പെട്ടെന്ന് അല്ലാഹു തആല കൂടുതൽ താമസം ചെയ്യാതെ സാധിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, ഫവല്ലാഹി യാ ബറാഉ ബറാഎ, ഈ ആയത്തുകൾ ഓതിയിട്ട് ലൗ ദഅൗത അലയ്യ, അലിയായ എനിക്ക് പ്രതികൂലമായിട്ട് നിങ്ങൾ ദ്വാരുന്നാൽ ലഖസഫ ബി, അല്ലാഹു എന്നെ ഭൂമിയിലാറ്റി പോകുന്നു. അത്രയും വലിയ മരം. അതാ ഞാൻ പറഞ്ഞത്, പറഞ്ഞതുകൊണ്ട് പ്രതികൂലമായിട്ട് ഉപയോഗിക്കരുത്. അതിപ്പോ ഞമ്മക്ക് ഇടങ്ങേറാൻ നിൽക്കുന്ന ഒരാളുണ്ട്, അയാളെ തൽക്കാലം നാളെ മറ്റന്നാളോ പണിയാക്കണോ, അതിന് വേണ്ടി തോന്നരുത്. പക്ഷെ ഓതിയാൽ അത്ര വരെ ഫലം കിട്ടുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത്രയും വലിയ മരം. അതാ ഞാൻ പറഞ്ഞത്, പറഞ്ഞതുകൊണ്ട് പ്രതികൂലമായിട്ട് ഉപയോഗിക്കരുത്. അതിപ്പോ ഞമ്മക്ക് ഇടങ്ങേറാൻ നിൽക്കുന്ന ഒരാളുണ്ട്, അയാളെ തൽക്കാലം നാളെ മറ്റന്നാളോ പണിയാക്കണോ, അതിന് വേണ്ടി തോന്നരുത്. പക്ഷെ ഓതിയാൽ അത്ര വരെ ഫലം കിട്ടുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം.